അല്ലടോ, ഞാൻ ഇന്നലെ മുതൽ പല ആൾക്കാരോടും ചോദിക്കുന്നതാണ്. അതായത് ഒരു മനുഷ്യൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് കൈമാറാൻ അങ്ങനെ ഒരു നിയമമുണ്ടോ? അങ്ങനെ അല്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ഇപ്പം ഞാൻ പോയിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് പരിശോധന കഴിഞ്ഞതിന് ശേഷം എൻ്റെ ആരാധികയായ ഏതെങ്കിലും നേഴ്സ് അവിടെ ഉണ്ടെന്ന് വിചാരിച്ചോ, അപ്പോൾ അവിടെ ഞാനിത് ഏടി പുറത്തൊന്നും വിടുന്നില്ല, ആരും അറിയണ്ടെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ച് കൊണ്ടുവെക്കുന്ന മെഡിക്കൽ റിപ്പോർട്ട് ആ ആരാധിക എന്ത് ചെയ്യുന്നു? ഇത് ചോർത്തിയിട്ട് അവരുടെ അനുജത്തിക്ക് കൊടുക്കുന്നു. ആ അനുജത്തി എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആ ചങ്ങാതിക്ക് ആ യൂട്യൂബർക്ക് ഇതുണ്ട് കേട്ടാ എന്ന് പറഞ്ഞിട്ട് നാട് നിറയെ ചെണ്ട കൊട്ടിയിട്ട് ആഘോഷിക്കുന്നത്. അല്ല, ഇത് ശരിയാണോ? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രിക്കും അതുപോലെ തന്നെ ആ നേഴ്സ് എന്ന് പറയുന്ന അതിനൊക്കെ പണി കിട്ടുന്ന ഒരു പരിപാടിയാണ്. ഞാൻ ഇപ്പോഴും ഒരാളുമായിട്ട് സംസാരിച്ചിട്ടേ ഉള്ളൂ. അയാൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗിയുടെ സമ്മതം ഉണ്ടായാൽ തന്നെ വേറെ ആൾക്ക് വിടാനുള്ള അധികാരമില്ല. അതായത് ഒരു മനുഷ്യൻ്റെയും മെഡിക്കൽ റിപ്പോർട്ട് മറ്റുള്ളവർക്ക് വിടാൻ ഒരു അധികാരവും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, രേണു സുധിയുടെ പേരിൽ ഇവിടെ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ റിപ്പോർട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണ് ആദ്യം വിട്ടത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇപ്പോൾ തമ്മത്തല്ലേ നടന്നുകൊണ്ടിരിക്കുക. എന്താ സംഭവം എന്നറിയാം? അതായത് രേണു സുധി എവിടെയോ പരിശോധിക്കാൻ പോയിന് പോലും അവിടെ എത്തുമ്പോഴെന്ന് പറഞ്ഞ് ഏതോ ഒരു നേഴ്സ് ഉണ്ടെങ്കിലും പോലും ആ നേഴ്സ് തൻ്റെ ചേച്ചിയോട് പറഞ്ഞ്, ചേച്ചി ഒരു കണ്ടന്റ് കിട്ടിയിട്ടുണ്ട്. എന്നാണ് ഈ കണ്ടന്റ് ഉണ്ടല്ലോ, രേണു സുധിയുടെ ക്യാൻസർ ടെസ്റ്റിന് വന്നിട്ടുണ്ട്. ആണോ? എന്നാൽ പിന്നെ ഞങ്ങളുടെ ചാനലിലൂടെ തന്നെ അടിക്കാം. അങ്ങനെ അവരുടെ ചാനലിലൂടെ അടിക്കാനാണോ വേറെയാർക്ക് കൊടുത്തു എന്നൊക്കെയാണ് കേൾക്കുന്നത്. ആ കരക്കമ്പിയാന്ന് ഞാൻ പറയുന്നേട്ടാ. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും അത് വളരെ മിസ്റ്റേക്ക് തന്നെയാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇവരൊക്കെ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു മാഫിയ പോലെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഉത്തരവാദിത്തപ്പെട്ട ആ ആശുപത്രി അധികൃതരോട് പറയാനുള്ളത്. അതായത് ആശുപത്രി ഏതാണെന്നൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയണ്ട. ആശുപത്രി ഏതാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അവരോട് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഇത് കണ്ടുപിടിക്കുക, ആ നേഴ്സിനെതിരെ നടപടിയെടുക്കുക. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആശുപത്രിക്ക് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരുദോഷമാവും, നടപടിയും വരുവാണെന്ന്. കാരണം അങ്ങനെ ഒരു ആശുപത്രി പോലും അങ്ങനെ മറ്റുള്ളവർക്ക് റിപ്പോർട്ട് കൈമാറാൻ പാടില്ല. അത് വളരെ മോശമാണ്. രേണു സുധിക്ക് ക്യാൻസർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഓരോ ആൾക്കാർ ഭയങ്കരമായിട്ട് അങ്ങ് ആഘോഷിക്കുന്ന കണ്ടു. അയ്യോ, രേണു സുധിക്ക് ക്യാൻസറാണ്, ഞാനാണ് കണ്ടുപിടിച്ചത്. എന്തൊരവസ്ഥയായത്! മനുഷ്യന്മാർക്ക് ക്യാൻസർ വന്നിട്ട് ഈ ചികിത്സിച്ചു കൊണ്ടിരിക്കുക. അതായത് പിന്നെന്താ പറയേണ്ടത്, വന്നോന് മാത്രമേ അറിയില്ലൂ ഇതിൻ്റെ വിഷമാടുന്നേ. അവരെ ചികിത്സിക്കാൻ പൈസയും കാര്യങ്ങളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചികിത്സയും കാര്യം ഇതൊക്കെ നോക്കുമ്പോഴേ ചില ആൾക്കാർ വന്നിട്ട് ക്യാൻസർ കണ്ടുപിടിച്ച കഥക്ക് വേണ്ടിയിട്ട് ഇവിടെ ഭയങ്കര അടിയാന്ന്. നാണം കെട്ട പരിപാടിയല്ലേ ഇത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നമ്മളെ കയ്യിലൊന്നും നമ്മളെ ഒരുത്തി വന്നിട്ട് ഇന്ന പോലെ ഇണ്ടട്ടാ നമ്മൾ ആരെങ്കിലും വിടുക. ഇനി എന്ത് ഉത്തരവാദിത്വം ഉണ്ടെങ്കിലും ശരി, ഒരാൾ വന്നിട്ട് ഇന്ന രോഗമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയോ? ഒരിക്കലും പറയത്തില്ല. അങ്ങനെ പറയാനും പാടില്ല. അതിപ്പോൾ ശത്രുവായാലും ശരിയും മിത്രമായാലും ശരിയും നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയാം, നിങ്ങൾക്ക് വിവരദോഷം ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല, ഇത് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഗുരുതരമായ ഒരു തെറ്റാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുഷിക പരിഗണനയില്ലാത്ത ഒരു തെറ്റാണ്. ഒരു മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ, അതായത് അവർ ഒരിക്കലും തുറന്നു പറഞ്ഞിട്ടില്ല. അങ്ങനെ തുറന്നു പറയാതിടത്തോളം കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന് പറയുമ്പോൾ അവരോടെന്താ പറയേണ്ടത്? നിങ്ങൾ പോയിട്ട് നിങ്ങളെ പണി നോക്കുമെന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എനിക്കാണ് ആദ്യം കിട്ടിയത് എന്തായിരുന്നു ആഘോഷം? കുറച്ചൊക്കെ ഉളുപ്പുണ്ടോ പറഞ്ഞ് ഒരാൾക്ക് ക്യാൻസർ വന്ന് മരിക്കാൻ കിടക്കുമ്പോൾ അവരെ ക്യാൻസറിന്റെ രോഗം ഇവിടെ വെച്ച് ആഘോഷിക്കാനായിരുന്നു. കുറച്ചൊക്കെ ഉളുപ്പം നാണോ മാനോ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ബാക്കി എല്ലാ കാര്യത്തിലും നമ്മൾ പറയുന്നത് ശരിയാണ്. നമ്മളെല്ലാ കാര്യത്തിലും നമുക്ക് പറയാം. അതെന്താണെന്ന് വെച്ച് ഡാൻസ് കളിക്കുന്നതിന് എല്ലാം നമുക്ക് പറയാം. പക്ഷെ ഇമാതിരി തോന്നിയ വാസം ഒരിക്കലും പറയാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനിങ്ങനെ അതിശയപ്പെട്ടു പോയിന്നേ. ഇന്നലെ പല ആൾക്കാരും മിഞ്ഞാന്നാണ് ഇപ്പോൾ രേണു സുധി തുറന്നു പറഞ്ഞത്. അതായത് എനിക്ക് ക്യാൻസറാണ്, ഞാനിപ്പോൾ കീമോയ്ക്ക് പോകാൻ വേണ്ടി പോവാണ്, എൻ്റെ മുടിയൊക്കെ കൊഴിഞ്ഞു പോകും എന്ന് വളരെ സങ്കടത്തോടു കൂടി പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങളും അതുപോലെ തന്നെ എല്ലാം ഉണ്ടാകും. പക്ഷെ ഒരു മനുഷ്യന് എന്ന് പറഞ്ഞ രോഗം വന്ന് അത് മൂർച്ഛിച്ച് നിൽക്കുമ്പോഴല്ല നമ്മൾ അവരോട് പ്രതികാരവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവരെ വളരെ മോശക്കാരാക്കാനും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അസുഖത്തിന് വരെ ചിലയാൾക്ക് ഡൗട്ടാവുമല്ലോ. ഇനിയിപ്പോഴെന്താ കാണിച്ചു കൊടുക്കേണ്ടത്? ചില ആൾക്കാർ ഇന്നലെ കമൻറ്റ് ചെയ്തു, അസുഖം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംശയമാണ്. കാരണം ഒരു ക്യാൻസർ രോഗിക്ക് ഇങ്ങനെ വന്ന് ഇരിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് ആൾക്കാരുടെ സംശയം. അതായത് ഇനിയിപ്പോഴും എന്ന് പറഞ്ഞാൽ രേണു സുധി മിക്കവാറും അഥവാ മുടിയൊന്നും കൊഴിഞ്ഞു പോയിട്ടില്ലെങ്കിൽ മൊട്ടയടിക്കേണ്ടി വരുന്ന ഇവർ പറയുന്നത്. എന്നാലേ ഞങ്ങൾ വിശ്വസിക്കത്തുള്ളൂ. അതായത് മൊട്ടയടിക്കോ കീമ ചെയ്യുമ്പോൾ മൊട്ടയടിച്ച് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കത്തുള്ളൂ. എൻ്റെ പൊന്നു രേണു, ഞാനൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾ ഇവരെ ആരെയും വിശ്വസിക്കണ്ട, അല്ലെങ്കിൽ ഇവരെ ആരെയും ഇതാക്കുകയും വേണ്ട. നിങ്ങളെന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ രോഗത്തിൻ്റെ ഇതുമായിട്ട് പോവുക, അത്രയേ വേണ്ടൂ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറേയെണ്ണം വന്നിട്ട് ഇങ്ങനെ ആഘോഷിക്കുന്ന പോലെയല്ല. ഒരു ക്യാൻസറും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിന് അറിയാം അതിൻ്റെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ.
അതായത് പല പിന്നെ കുടുംബങ്ങളും നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ ഇങ്ങനെയുള്ള രോഗങ്ങൾ വന്നിട്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ പടുകുഴിയിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേർക്ക് എന്ന് പറഞ്ഞാൽ ഈ രോഗം ഭേദാകാറുണ്ട് കേട്ടാ. അതായത് ഇതൊരു വലിയ ഗുരുതരമാകേണ്ട കാര്യമൊന്നുമില്ല, ഇത് പെട്ടെന്ന് ഭേദാകേണ്ട രോഗമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മനുഷ്യനെ പോലും കളിയാക്കാൻ പാടില്ല. ഇതിൻ്റെ പേരിൽ എന്ന് പറഞ്ഞാൽ മുതലെടുക്കാൻ പാടില്ല. ഇതിൻ്റെ പേരിൽ ഞാനാണ് ആദ്യം കണ്ടുപിടിച്ചത് ആ സ്ത്രീ ഉണ്ടല്ലോ, അതായത് ഈ പിന്നെ ആശുപത്രിയിലെ നേഴ്സ് എന്ന് പറയുന്ന ആ ഒരു എന്താ പറയണ്ട ആ അപരാധി മോളില്ലേ, അവളെ ഇത് പുറത്തു വിട്ടിരിക്കുന്നതായിരുന്നു. അവൾക്ക് വല്ല ആവശ്യമുണ്ടോ ആയിരുന്നു? വല്ലവൻ്റെ അസുഖം എടുത്തിട്ട് പുറത്തു വിടാൻ വല്ല ആവശ്യമുണ്ടോ? അസുഖം ആയിക്കോട്ടെ, അവർ ടെസ്റ്റ് ചെയ്യോ എന്തോ ചെയ്തോട്ടല്ലേ. ഇത് വന്നിട്ട് ടെസ്റ്റ് ചെയ്ത കാര്യം രേണുസുതി ഇവിടെ ക്യാൻസർ ടെസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. എന്തൊരു ആവേശത്തോടു കൂടിയാ പറയുന്നത്. അല്ല കുറച്ചൊക്കെ എളുപ്പമുണ്ടോ അങ്ങനെ പറയാൻ? അത് കിട്ടിയപാട് എന്ന് പറഞ്ഞാൽ യൂട്യൂബേഴ്സിനെ അങ്ങ് വിളമ്പി കൊടുത്തിരിക്കുന്നത്. യൂട്യൂബേഴ്സ് എല്ലാവരും വരൂ, രേണുസുതിക്ക് രോഗം. അവർ കുറച്ച് ഡോളറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷേ അതിലുപരി അപ്പോൾ ചോദിക്കും, എന്താടാ നീയൊന്നും ഇതൊന്നും കാണിച്ചില്ലേ? നമ്മൾ കാണിച്ചത് എന്താ അറിയാ? നമ്മൾ കാണിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞപ്പോഴും നമ്മൾ എടുത്തുന്നേ ഉള്ളൂ. അല്ലാതെ നമ്മളോട് നേരിട്ട് ആരെങ്കിലും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. അതായത് മറ്റുള്ളവരെ കുറിച്ചിട്ട് യാതൊരു തെളിവും ഇല്ലാത്ത, അതുമാത്രവുമല്ല മെഡിക്കൽ എത്തിക്സ് പ്രകാരം ഇങ്ങനെ ഒരിക്കലും ചെയ്യാനും പാടില്ല. അത് യൂട്യൂബിലൂടെയൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് അറിയാതുകൊണ്ടാണ്. ആ ഒരു സ്ത്രീ, അതായത് ഈ നേഴ്സ് എന്ന് പറയുന്ന ചേച്ചി അനിയത്തിയും ഇവറ്റകൾ രണ്ടും നേഴ്സാന്നാ പറയുന്നത്. ആ ഡോക്ടർ പിന്നെ രോഗികളോട് സൂക്ഷിക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ രണ്ടും പഠിച്ചിനോന്നൊന്നും എനിക്കറിയില്ല. ഇനി മൂത്ത നരച്ചിട്ട് വേറെ ഏതെങ്കിലും പോയിട്ട് മറ്റേ ഹോം നേഴ്സായി നിന്നിട്ട് നേഴ്സിംഗ് ജോലി ചെയ്യുന്നതാണോ എന്നും എനിക്കറിയില്ല. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും അവർ കൃത്യമായിട്ടുള്ള ഒരു നേഴ്സന്മാരല്ല. കൃത്യമായിട്ടുള്ള ഒരു നേഴ്സന്മാർ ഒരിക്കലും ഇതേപോലെ തുറന്നു പറയത്തില്ല. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയോ പോയിട്ട് ഹോം നേഴ്സായി നിന്നിട്ട്, പണ്ട് ടീച്ചർമാർ എന്ന് പറയുമ്പോൾ തയ്യൽ ടീച്ചർമാർ നമ്മൾ ടീച്ചർമാർ എന്നാണ് വിളിക്കല്. അതേപോലെ ഹോം നേഴ്സന്മാരെ പലപ്പോഴും ഇപ്പോഴും നേഴ്സന്മാർ എന്ന് തന്നെയാണ് വിളിക്കുന്നത് പല ആൾക്കാരും. ഇനി അങ്ങനെ നേഴ്സായതാണോ എന്നറിയില്ല. ഒരു കാര്യം ഞാൻ വീണ്ടും ആശുപത്രി അധികൃതരോട് പറയുകയാണ്. അതായത് നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ ഇവറ്റകളുടെ പേരിൽ കേസ് എടുക്കുകയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം അവിടുന്ന്. പിന്നെ ഈ വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇത് അവരിലേക്ക് എത്തിക്കണം അവിടുന്ന്. അതാണ് വേണ്ടത്. കാരണം ഇങ്ങനെ ഒരു മനുഷ്യനോടും ചെയ്യാൻ പാടില്ല. രേണുസുതിയോട് എന്നല്ല, ഒരു മനുഷ്യനോടും ചെയ്യാൻ പാടില്ല. ഇനി നമ്മളെ ശത്രുവായാലും ശരി, നമ്മളെ മിത്രമായാലും ശരി, അവരുടെ അനുവാദമില്ലാതെ ഒരിക്കലും മറ്റുള്ളവർക്ക് അവരുടെ ഈ രഹസ്യങ്ങൾ ചോർത്തിയിട്ട്, അതായത് അവരുടെ ഈ രോഗത്തെ പോലെ ഇങ്ങനെയുള്ള രോഗങ്ങൾ ചോർത്തിയിട്ട് ഒരിക്കലും നൽകാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് അങ്ങനെയാണ് ഇപ്പോൾ മോഹൻലാലായാലും മമ്മൂട്ടിയായാലും എവിടെയൊക്കെ പോയിട്ട് എന്തൊക്കെ പരിശോധന നടത്തുന്നുണ്ട്. അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പിന്നെ ഇതാരെങ്കിലും ചോർത്തി വിടുന്നുണ്ടാ? അവരാരെങ്കിലും സമ്മതിക്കുമോ? അതിന് ഒരിക്കലും സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഈ രേണുസുതിന്റെ ഇതിൽ മാത്രം, അതായത് അവർ കുറച്ച് ഡീസൻ്റ് ആയതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇത് കേൾക്കുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്, യൂട്യൂബേഴ്സ് ആയാലും അവരെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആരെ കുറിച്ചിട്ടായാലും അതൊക്കെ എന്ന് പറഞ്ഞൊരു ഗുരുതരമായ രോഗമല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആഘോഷിക്കാൻ പാടില്ല, ഒരിക്കലും ആഘോഷിക്കാൻ പാടില്ല. പിന്നെ ഞാനാ പറഞ്ഞ് നീയാ പറഞ്ഞ് പിന്നെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ട്. എന്തിനാടെ ഇത്? ആ സ്ത്രീയാണ് നിങ്ങൾ മരിക്കാൻ കിടക്കുന്നത്. അതിൻ്റെ പേരിൽ ഇനിയെങ്കിലും നിങ്ങൾക്ക് ഈ തമ്മത്തല്ല് നിർത്തിക്കൂടെയായിരുന്നു. നന്ദി, നമസ്കാരം.